30 പേരുള്ള അറിയാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ വിശുദ്ധിയിൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ വരുന്നത് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈശോയുടെ പന്തിശുദ്ധങ്ങൾ ഏറ്റുവാങ്ങിയ വിശുദ്ധൻ അതെ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ വിശുദ്ധനെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയണമെന്നും അതിന് അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പുണ്യാളന് സുഖമല്ലേ? സുഖം. ഇവിടെ വരാൻ സാധിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. പുണ്യാളൻ ജനിച്ചതെവിടെയാണ്? ഞാൻ ഇറ്റലിയിലെ അസിസി എന്ന സ്ഥലത്ത് 1782 ജനിച്ചത്. എൻ്റെ അപ്പൻ ധനികനായ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. എൻ്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഉണ്ണീശയെ പോലെ പുസ്തകത്തിലാണ് ജനിച്ചത്. പുണ്യാളൻ അച്ഛനായ പണ്ട് എൻ്റെ 20ാമത്തെ വയസ്സിൽ അസീസിയൻസും പെറൂജിയൻസും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ എന്നെ തടവിലിട്ടു. തടവിൽ കഴിയുമ്പോൾ എനിക്ക് യേശുവിൻ്റെ ദർശനമുണ്ടായി. ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് ദരിദ്രം നിറഞ്ഞ ജീവിതം തിരഞ്ഞെടുത്തു. സുവിശേഷം എൻ്റെ ജീവിതത്തിൻ്റെ നിയമമായി തിരഞ്ഞെടുത്തു. എൻ്റെ അപ്പനെ അത് ഇഷ്ടമായില്ല. അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഞാൻ വീട്ടനായി. എന്റെ ജീവിത രീതിയിൽ ഇഷ്ടം തോന്നിയ ഒത്തിരി ആളുകൾ എന്നോടൊപ്പം ചേർന്നു. പിന്നീട് ഞാൻ ഫിയേഴ്സ് മൈനർ അഥവാ ഫ്രാൻസിസ്കൻ സഭ എന്ന സന്യാസ സമൂഹത്തിന് രൂപപ്പെടുത്തി. പിന്നീട് എന്റെ പ്രിയമുട്ടിയായി വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പാവപ്പെട്ട മഹതികൾ അഥവാ ഓർഡർ ഓഫ് പുവർ ലേഡീസ് എന്ന സന്യാസി സമൂഹത്തിന് രൂപപ്പെടുത്തി. ഞാൻ എഴുതിയിരിക്കുന്ന ഈ ശീലവസ്ത്രത്തിന്റെ കപ്പൂച്ചി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ്കൻ സഭയെ കപ്പൂച്ചി സഭയെന്ന് ക്ഷണിക്കാറുണ്ട്. ഈ വർഷം കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ ആപ്തവാക്യമായി എടുത്തിരിക്കുന്നത് സൃഷ്ടിയെ സ്നേഹിക്കാം സൃഷ്ടാവിനെ സ്തുതിക്കാം എന്നതാണ്. ഇത് പുണ്യാളന്റെ ജീവിതവുമായി ബന്ധമുള്ളതാണല്ലോ. പുണ്യാളൻ പക്ഷിമൃഗാദികളോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികളും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമ്മുടെ വീട്ടിലുള്ള നായയും പൂച്ചയും നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്നത് പോലെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകാറുണ്ട്. അത് നമ്മൾ അവരോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരെയും സ്നേഹിക്കുക, ഉപാധികളില്ലാതെ സ്നേഹിക്കുക. എനിക്ക് പക്ഷിമൃഗാദികളെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവർ എൻ്റെ വാക്കുകൾ ശ്രമിക്കുകയും അനുസരിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഏറെയുണ്ട്. ഞാൻ വരുന്ന വഴി ഒരു സ്കൂളിന്റെ മുന്നിൽ ഒരു പോസ്റ്റർ കണ്ടു. തൂഫാൻ, ലഹരിക്കെതിരെ ഒരുങ്ങുക. നിങ്ങളെല്ലാവരും എന്നും ലഹരിക്കെതിരായി തന്നെ നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ നിങ്ങൾ ഈശോയോട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും പറയുക. കൂടാതെ ഈ വർഷം എൻ്റെ 800ാം ജന്മവാർഷികം സഭ അനുസരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിരുപ്പുറം ഫ്രാൻസിസ് അസീസിയുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് 2 മോചനം ലഭിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.